പിതാവേ, വളരെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളിലാണ് ഒബ്ലൈറ്റ്സ് ഓഫ് സെയിൻറ്റ് ജോസഫ് സഭയിലെ അംഗമായ ഞാനും മറ്റുള്ളവരും, അതുപോലെ വരാപ്പുഴ രൂപതയിലെ ഓരോ അംഗവും. എങ്കിലും റോമിൽ വരുമ്പോഴൊക്കെ ഞങ്ങളുടെ ഈ ഭവനത്തിൽ വന്ന് ഞങ്ങളോടുകൂടെ ഓരോ നിമിഷവും ചെലവഴിച്ച് അങ്ങ് ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുന്ന ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഇന്ന് വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും തിരുനാൾ ദിനത്തിൽ റോമിലെ ബസിലിക്കയിൽ, പത്രോസിൻ്റെ ബസിലിക്കയിൽ വെച്ച് വളരെ സ്വർഗീയ അനുഗ്രഹങ്ങൾ നിറഞ്ഞ നിമിഷങ്ങളാണ് കടന്നുപോയത്. അപ്പോൾ ഈ സന്തോഷത്തിൻ്റെ നിമിഷത്തിൽ ഈ പാലിയെ അങ്ങ് മറ്റ് പുതിയതായി മെത്രാപ്പൊലീത്ത പട്ടം സ്വീകരിച്ച 38 മെത്രാപ്പൊലീത്തമാരുടെ കൂടെ അങ്ങ് സ്വീകരിച്ചപ്പോൾ ഈ പാലിയ സ്വീകരണത്തെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് ഞങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. 22 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കോട്ടപ്പുറം രൂപതയുടെ പ്രഥമ മെത്രാനായി അവരോധിക്കപ്പെട്ടതിന് ശേഷം എന്നെല്ലാം ഞാൻ റോമിൽ വന്നിട്ടുണ്ടോ അന്നെല്ലാം നിങ്ങളോടുകൂടെ ഈ മഹത്തായ ഭവനത്തിൽ ഒബ്ലൈറ്റ്സ് ഓഫ് സെയിൻറ്റ് ജോസഫിൻ്റെ ഈ ജനറലേറ്റ് താമസിക്കുന്ന പതിവ് എന്നും എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എൻ്റെ ജീവിതത്തിൽ വരാപ്പുഴ അതിരൂപതയുടെ മെത്രാപ്പൊലീത്തയായി സ്ഥാനം ഏറ്റതിനു ശേഷം ജൂൺ മാസം 29-ാം തീയതി ഇന്ന് വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും വലിയ ആ തിരുനാൾ ആഘോഷത്തോടനുബന്ധിച്ച് വിശുദ്ധ പത്രോസിൻ്റെ ബസിലിക്കയിൽ വെച്ച് നടന്ന ആ മഹത്തായ സംഭവം എന്നെ സംബന്ധിച്ചിടത്തോളം വരാപ്പുഴ അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത എന്നുള്ള നിലയിൽ ഒരു ചരിത്ര സംഭവമായി മാറിയിരിക്കുകയാണ്. ഒന്നാമത് ഇത് നടന്നത് ഈ പാലിയം മെത്രാപ്പൊലീത്തമാരുടെ സ്ഥാനിക ചിഹ്നമായ ഈ പാലിയം പരിശുദ്ധ പിതാവിൽ നിന്ന് നേരിട്ട് വാങ്ങാനും അഥവാ പരിശുദ്ധ പിതാവ് എൻ്റെ കഴുത്തിൽ നേരിട്ട് അണിയിക്കാനും ഉള്ള ആ അവസരം നടന്നത് വിശുദ്ധ പത്രോസിൻ്റെ ബസിലിക്കയിൽ വെച്ചാണ്. ഇതേ കുറെ ചിന്തിക്കുമ്പോൾ മാനസികമായി സന്തോഷത്താൽ ഞാൻ നിറയുകയാണ്. ഈ പ്രൊപ്പഗാൻഡ കോളേജിൽ ഞാൻ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ പല അവസരത്തിലും ഞാൻ ഈ ബസിലിക്കയിൽ, തൊട്ടടുത്തുള്ള ബസിലിക്കയിൽ മറ്റ് വിദ്യാർത്ഥികളോടൊപ്പം, സെമിനാരി വിദ്യാർത്ഥികളോടൊപ്പം ഞാൻ പോയിട്ടുള്ള ആ അനുഭവങ്ങൾ, അതെല്ലാം ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് ഇന്ന് നടന്ന സംഭവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവാൻ മാത്രമേ എനിക്ക് സാധിക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് അഭിവന്യ പരിശുദ്ധ പിതാവിൻ്റെ മുന്നിൽ മുട്ടുകുത്തിക്കൊണ്ട് അദ്ദേഹം എൻ്റെ കഴുത്തിൽ അണിയിച്ച ഈ പാലിയം അത് വലിയ ഒരു അടയാളമാണ്. കർത്താവായ യേശു തൻ്റെ സന്ദേശം ലോകം മുഴുവനും പരത്തുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്ത പത്രോസ്, അപ്പോസ്തലന്മാരുടെ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ട പത്രോസിന് ആണ് കർത്താവായ ദൈവം, വെറും നാഥനുമായ ദൈവം അധികാരം കൈമാറിയത്. ആ അധികാരത്തിൻ്റെ ഒരു സൂചനയാണ്. പരിശുദ്ധ പിതാവ് തന്നെ അപ്പോസ്തലന്മാരുടെ പിൻഗാമിയായിരുന്നു. പത്രോസിൻ്റെ തലമുറയിലൂടെ സക്സസേഴ്സ്, പിൻഗാമി എന്നുള്ള നിലയിൽ ഈ കാലഘട്ടത്തിൽ, ഈ ആധുനിക ലോകത്തിൽ ഈ സംഭവം പരിശുദ്ധ പിതാവ് സ്വന്തം കഴുത്തിൽ ഈ പാലിയം അണിഞ്ഞുകൊണ്ട് അതേ പാലിയം മറ്റ് പുതുതായി നിയമിതരായിരിക്കുന്ന മെത്രാപ്പൊലീത്തമാരുടെ കഴുത്തിൽ അണിയിച്ചപ്പോൾ അതിൽ നിന്ന് നാം സ്വീകരിക്കേണ്ടത് പത്രോസിന് നൽകപ്പെട്ട ആ ശുശ്രൂഷയുടെ, അജപാലന ശുശ്രൂഷയുടെ പരമാധികാരം മറ്റ് മെത്രാന്മാരുമായി, പരിശുദ്ധ പിതാവിൻ്റെ സഹപ്രവർത്തകരായ മറ്റ് മെത്രാപ്പൊലീത്തമാരായി പങ്കുചേരുന്ന മനോഹരമായ നിമിഷങ്ങളെയാണ് ഞാൻ കണ്ടത്. അത് ദൈവ കൃപ കൊണ്ട് നിറയുന്ന നിമിഷങ്ങളായിരുന്നു. ദൈവത്തിന് എന്നും കൃതജ്ഞത അർപ്പിക്കുവാൻ ഞാൻ മാത്രമല്ല, ഈ ബസിലിക്കയിൽ തടിച്ചുകൂടിയ ജനങ്ങളോടൊപ്പം മെത്രാന്മാരോടും കർദിനാൾമാരോടും സന്യസ്തരോടും അൽമായ വിശ്വാസികളോടും ചേർന്നുകൊണ്ട് കർത്താവായ ദൈവത്തിന് നന്ദി അർപ്പിക്കുവാനുള്ള നിമിഷങ്ങളായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാവിലെ നടന്ന ആ വലിയ കർമ്മത്തിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് അനുഭവവേദ്യമായത്. അങ്ങ് മാതൃരൂപതയായ വരാപ്പുഴ അതിരൂപതയിലെത്തിയിട്ട്
കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. ജനങ്ങളുടെ സമഗ്രമായ ജീവിത നവീകരണം അതൊരു ആവശ്യകതയായി അങ്ങേക്ക് അനുഭവപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള നവീകരണമാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? വരാപ്പുഴ അതിരൂപതയുടെ 5ാമത്തെ ഏകദേശീയ മെത്രാപ്പൊലീത്തയായി ഞാൻ അവരോധിക്കപ്പെടുകയും ഈ അടുത്ത കഴിഞ്ഞ ഏപ്രിൽ മാസം 11-ാം തീയതി ഞാൻ അതിരൂപതയുടെ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്യുകയായിരുന്നു. സഭ എന്നും നവീകരിക്കപ്പെടേണ്ടതാണ് എന്നുള്ള സത്യം നാം ഒരിക്കലും മറക്കാവുന്നതല്ല. എന്നും നാം ഓർത്തുകൊണ്ട് നിത്യേന നവീകരിക്കപ്പെടേണ്ട ഒന്നാണ് സഭ എന്നുള്ള ആ ചിന്തയിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ കാലഘട്ടത്തിൽ എൻ്റെ മുൻഗാമികളായി അവിടെ പ്രവർത്തിച്ചിട്ടുള്ള മഹാരഥന്മാരായ മെത്രാപ്പൊലീത്തമാർ ധാരാളം കാര്യങ്ങൾ സമഗ്രമായ വിധത്തിൽ അതിരൂപതയുടെ ദൈവജനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യം ഓർത്തുകൊണ്ട് മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഞാൻ അതിരൂപതയിൽ പ്രവർത്തിക്കുവാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ കഴിവിൽ, ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചാൽ മാത്രമേ നമുക്ക് നാം വിചാരിക്കുന്ന വിധത്തിലുള്ള പ്ലാനുകളും പദ്ധതികളും പൂർത്തീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ സാർവത്രിക സഭയായാലും പ്രാദേശിക സഭയായാലും സഭയിലെ മെത്രാന്മാരായാലും വൈദികരായാലും സന്യസ്തരായാലും ആത്മായ വിശ്വാസികളായാലും അനുദിനം നവീകരിക്കപ്പെടുവാൻ വിളിക്കപ്പെട്ട വ്യക്തികൾ എന്നുള്ള നിലയിൽ വരാപ്പുഴ അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം ഈ നവീകരണം എന്നും ആവശ്യമായിരിക്കുന്നു എന്നുള്ള ആ അവബോധത്തിൽ നിന്നുകൊണ്ട് ഞാൻ ചില കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ കാത്തു സൂക്ഷിച്ചിരിക്കുന്നത് ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അന്ന് ഏപ്രിൽ മാസം 11-ാം തീയതി സെൻറ്റ് ആൽബർട്ട്സ് ഗ്രൗണ്ടിൽ വെച്ച് നടന്ന ആ വലിയ ചടങ്ങിൽ കർമ്മം പരിശുദ്ധ കുർബാനയോടുകൂടി നടന്ന ആ സ്ഥാനാരോഹണ കർമ്മം നടന്ന ആ നിമിഷത്തിൽ അവിടെ കൂടിയിരുന്ന മറ്റ് വൈദികരോടും സന്യസ്തരോടും ആത്മായ വിശ്വാസികളോടും പങ്കുവച്ച അതേ കാര്യം തന്നെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ വലിയ കാര്യങ്ങൾ അത്ഭുതം പ്രവർത്തിക്കുവാനോ മറ്റോ എനിക്ക് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഒരുപക്ഷെ അസാധ്യമായിരിക്കാം. അതിനൊന്നും ഞാൻ പരിശ്രമിക്കുന്നില്ല. പക്ഷെ മനുഷ്യൻ എന്ന നിലയിൽ സാധിക്കുന്ന കാര്യങ്ങൾ, എൻ്റെ മുൻഗാമികൾ ചെയ്ത് തീർക്കുവാൻ പറ്റാത്ത കാര്യങ്ങൾ തീർക്കുവാനും പൂർണ്ണമല്ലാതെ കിടക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമാക്കുവാനും എനിക്ക് പ്ലാനും പദ്ധതിയുമുണ്ട്. ആ പ്ലാനും പദ്ധതിയും പൂർത്തീകരിക്കുവാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നും അനുഭവിച്ചുകൊണ്ട് ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന അത് വലിയ ഭാരം ആണ് എന്നെനിക്കറിയാം. ആ ഭാരം ചുമക്കുവാനുള്ള ശക്തി എന്നെ വിളിച്ച് തമ്പുരാൻ തന്നെ എനിക്ക് നൽകും എന്നുള്ള ഉറപ്പോടുകൂടിയാണ് ഞാൻ മുന്നോട്ട് പോകാൻ പോകുന്നത്. അന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ മെത്രാപ്പൊലീത്ത എന്ന നിലയിൽ വരാപ്പുഴ അതിരൂപതയിലുള്ള എല്ലാ വൈദികരെയും അരികിലേക്ക് കൊണ്ടുവന്ന് അവരെ സ്നേഹിച്ചുകൊണ്ട് എന്നോട് കൂടെ ആയിരിക്കുവാൻ ഞാൻ പരിശ്രമിക്കും. അവരെ സ്നേഹിക്കുമ്പോൾ മാത്രമേ അവർ നമ്മോട് കൂടി നിൽക്കുകയുള്ളൂ. അവർ ഒന്നിച്ചു നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ശക്തി അന്യോന്യം പങ്കുവയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള കൂട്ടായ്മയുടെ ശക്തിയാണ് ഏത് വിധത്തിലുള്ള പ്ലാനും പദ്ധതികളും ഉണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അത് നവീകരണത്തിൻ്റെതായ പദ്ധതികളും ആണെങ്കിൽ തന്നെയും വൈദികർ ഒന്നിച്ച് ചിന്തിച്ചുകൊണ്ട് ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു മെത്രാപ്പൊലീത്തയുണ്ട് ഞങ്ങൾക്ക് എന്നുള്ള ആ ചിന്തയിൽ നിൽക്കുമ്പോഴാണ് നമ്മളോടൊന്നിച്ച് ചിന്തിക്കുകയും സഭയോടൊന്നിച്ച് ചേരുകയും അവർക്കേൽപ്പിക്കപ്പെട്ട ദൈവജനത്തെ ദൈവത്തിൻ്റെ അനുഭവത്തിലൂടെ നടത്തുവാനും അവർക്ക് സാധിക്കുകയുള്ളൂ. ഈ വിധത്തിലുള്ള ഒരു നവീകരണമാണ് ഞാൻ ആഗ്രഹിക്കുക. എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ ചില ചിന്തകൾ കൊണ്ട് എനിക്ക് ലഭിച്ചിട്ടുള്ള തമ്പുരാൻ നൽകിയിട്ടുള്ള അറിവ് മറ്റുള്ളവരുമായി പങ്കുവെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ വലിയ മാതൃകയായി ജീവിച്ച് കാണിച്ചു കൊടുക്കാനുള്ള വലിയ ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്നുള്ള ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് മാത്രമായിരിക്കും ഞാൻ ഏതെല്ലാം നവീകരണത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയാലും അത് ചെയ്യുവാൻ പോവുക. പ്രാർത്ഥനയുടെ മനുഷ്യരായി ജീവിക്കുവാൻ പ്രത്യേകിച്ച് മെത്രാന്മാരും അവരുടെ സഹപ്രവർത്തകരായ വൈദികരും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ആധുനിക ലോകത്തിൽ ഉപഭോഗ സംസ്കാരത്തിൻ്റെ സ്വാധീന വലയത്തിൽപ്പെട്ട് കഴിയുന്ന ജനസമൂഹത്തിലാണെന്ന് സഭ ജീവിക്കുക, സഭ വളരുക. പ്രത്യേകിച്ച് ഈ യുവതലമുറ അവർ ഇന്ന് വളരെ